ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പാർട്ട് 5 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷനെ പറ്റിയാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെൽഫ് ഇൻഡക്ഷനെ പറ്റി പഠിച്ചായിരുന്നു. ഇനി മ്യൂച്വൽ ഇൻഡക്ഷനെ പറ്റിയാണ് ഇവിടെ പഠിക്കാൻ പോണത്. സെൽഫ് ഇൻഡക്ഷനിൽ ഒരു ഒറ്റ കോയിലേ ഉള്ളായിരുന്നു. പക്ഷേ മ്യൂച്വൽ ഇൻഡക്ഷനിൽ 2 കോയിലുണ്ട്. നോക്ക്, ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ 2 സോളിനോയിഡ് കോയിലുണ്ട്. ഇതാണ് സോളിനോയിഡ് കോയിൽ നമ്പർ 1. അതുപോലെ തൊട്ടടുത്താണെങ്കിൽ മറ്റൊരു സോളിനോയിഡ് കോയിലുണ്ട്, സോളിനോയിഡ് കോയിൽ നമ്പർ 2. ഫസ്റ്റ് സോളിനോയിഡ് കോയിലിലേക്ക് ഞാൻ AC കറണ്ടിനെ കടത്തിവിടാൻ പോകുകയാണ്. എന്ത് സംഭവിക്കും? ഫസ്റ്റ് കോയിലിൽ AC കറണ്ട് കടത്തിവിട്ടാൽ ഇവിടെ സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവും. ഉറപ്പായിട്ടും ഇവിടെ സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവും. ബാക്ക് EMF ക്രിയേറ്റ് ചെയ്യും. നോക്ക്, ഇതിലൂടെ AC കടത്തിവിടാൻ പോകുകയാണ്. AC എന്ന് പറഞ്ഞാൽ സമയത്തിനനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന കറണ്ടാണ്. സോ സമയം മാറുന്നതനുസരിച്ച് ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്ന കറണ്ടാണ് AC എന്ന് പറയുന്നത്. ഈ AC കറണ്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഫ്ലക്ച്വേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. സമയത്തിനനുസരിച്ച് ദിശയ്ക്ക് വ്യതിയാനമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ആ മാഗ്നറ്റിക് ഫീൽഡ് ആരെയെ കട്ട് ചെയ്യും? ഉറപ്പായിട്ടും ഈ S1 കട്ട് ചെയ്യും. S1 എന്ന കോയിലിനെ കട്ട് ചെയ്യും. അതുപോലെ അത് ആരെയും കട്ട് ചെയ്യും? S2നെയും കട്ട് ചെയ്യും. മനസ്സിലാവുണ്ടോ? സോ ഇവിടെയാണെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഇവിടെ ഉണ്ടാകുന്ന ഈ ഫ്ലക്ച്വേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഏതൊക്കെ കോയിലിനെ കട്ട് ചെയ്യും? S1 കട്ട് ചെയ്യും. ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെ കേട്ടായിരുന്നു. അതാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഉറപ്പായിട്ടും S1 കട്ട് ചെയ്യും. അതുപോലെ തന്നെ ആരെയും കട്ട് ചെയ്യും? ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് S2നെയും കട്ട് ചെയ്യും. സോ ഇവിടെയാണെങ്കിൽ ഈ S2 എന്ന സർക്യൂട്ടിലാണെങ്കിൽ ഞാനൊരു ഗാലനോമീറ്ററിനെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു ഗാലനോമീറ്ററാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ S2നെ കട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് S2നകത്ത് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. മനസ്സിലാവുണ്ടോ? S2നകത്ത് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ഈ ഇൻഡ്യൂസ്ഡ് EMF ഉറപ്പായിട്ടും ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ ഉണ്ടാക്കും. നമുക്കറിയാം EMF എന്തിനെ ഉണ്ടാക്കും? കറണ്ടിനെ ഉണ്ടാക്കും. ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത്, നോക്ക്, ഇവിടെയാണെങ്കിൽ കറണ്ട് ഇങ്ങനെയാണ് ഒഴുകിയെങ്കിൽ, I എന്ന കറണ്ട്, I1 എന്ന കറണ്ട് ഇങ്ങനെയാണ് ഒഴുകിയെങ്കിൽ, ഇവിടെയാണെങ്കിൽ I2 എന്ന കറണ്ട് ഉണ്ടാവും. ഈ I2 എന്ന കറണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒഴുകും. സോ ഇവിടെ ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒഴുകുന്നതെങ്കിൽ ഇവിടെ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഒഴുകുന്നത്. സോ ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്, അതായത് ഒരു കോയിൽ, ഈ ഫസ്റ്റ് കോയിലിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി കോയിൽ, സെക്കൻഡ് കോയിലിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി കോയിൽ. സോ ഇത് പ്രൈമറി കോയിലാണ്, ഇതെന്താണ്? സെക്കൻഡറി കോയിലാണ്. അപ്പോൾ പ്രൈമറി കോയിലിൽ നമ്മൾ കൊടുക്കുന്ന കറണ്ടിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്തുണ്ടാവും? ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാകും, ഫ്ലക്ച്വേറ്റിംഗ് ഫ്ലക്സ് ഉണ്ടാവും. ഈ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആരുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്? സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. സോ പ്രൈമറി കോയിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് ഇൻ ഫ്ലക്സ് സെക്കൻഡറി കോയിൽ ലിങ്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് സെക്കൻഡറി കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും, ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകും. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മനസ്സിലായോ? മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ പരസ്പരം. സോ ഇവൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ ഇൻഡക്ഷൻ നടന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്? പ്രൈമറി കോയിലിൽ നമ്മൾ കറണ്ട് കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഇവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാകും. സോ നമ്മൾ സമയത്തിനനുസരിച്ച് ദിശയ്ക്ക് വ്യതിയാനമുള്ള കറണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാകും. ഈ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ് സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സെക്കൻഡറി കോയിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. അപ്പോൾ സെക്കൻഡറി കോയിൽ ഇൻഡ്യൂസ്ഡ് EMF എന്തുകൊണ്ടാണ് ഉണ്ടായത്? പ്രൈമറി കോയിലിലെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ് ഉണ്ടായത്. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് മനസ്സിലായി കാണും. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ പറയണം, ദ ഫിനോമിന ഓഫ് ഇൻഡക്ഷൻ ഓഫ് EMF ഓഫ് എ കോയിൽ. ഒരു കോയിലിൽ എന്തുണ്ടാകും? ഇൻഡക്ഷൻ, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ കറണ്ട് ഇൻ നെയ്ബറിംഗ് കോയിൽ. സോ നെയ്ബറിംഗ് കോയിലാണെങ്കിൽ ഒരു ചേഞ്ച് ഇൻ കറണ്ട് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഈ കോയിൽ, തൊട്ടടുത്തിരിക്കുന്ന കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ഈ ഫിനോമിനയെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. സോ ഫിനോമിന ഓഫ് ഇൻഡക്ഷൻ ഓഫ് EMF ഓഫ് എ കോയിൽ ഡ്യൂ ടു ചേഞ്ച് ഇൻ കറണ്ട് ഇൻ ദ നെയ്ബറിംഗ് കോയിൽ ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വെൻ എ ചേഞ്ച് ഇൻ കറണ്ട് പാസിംഗ് ത്രൂ പ്രൈമറി കോയിൽ, ഒരു ചേഞ്ച് ഇൻ കറണ്ട് പ്രൈമറി കോയിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ചേഞ്ച് ഇൻ ഫ്ലക്സ്. This change in flux linked with the secondary coil. So there is an induced EMF produced in secondary coil. This phenomena is called a mutual induction. മനസ്സിലായോ? ഇങ്ങനെയും പറയാം.
സോ പ്രൈമറി കോയിലാണെങ്കിൽ ഒരു ചേഞ്ച് ഇൻ കറണ്ട് ഒഴുകുന്നതിൻ്റെ ഫലമായിട്ട് പ്രൈമറി കോയിലാണെങ്കിൽ ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് സെക്കൻഡറി കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. സോ നിങ്ങൾക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്നും അതിൻ്റെ ഡെഫിനിഷനും മനസ്സിലായി കാണും. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുകയാണ്. അതിനുവേണ്ടി എൻ്റെ കയ്യിലൂടെ 2 കോയിലുണ്ട്. സോ ഫസ്റ്റ് കോയിലാണ്, എനിക്കറിയാം ഇതിൻ്റെ പേരെന്താണ്, പ്രൈമറി കോയിൽ S1. തൊട്ടടുത്താണെങ്കിൽ മറ്റൊരു കോയിലുണ്ട്, അതാണ് S2. ആക്ച്വലി ഈ കോയിൽ കൊയാക്സിൽ കോയിലാണ്. ഒരു കോയിലിൻ്റെ അകത്താണ് മറ്റേ കോയിൽ വെക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ഇവനുണ്ടാക്കുന്ന ചേഞ്ച് ഇൻ ഫ്ലക്സിനെ പൂർണ്ണമായിട്ടും ആർക്ക് കിട്ടാൻ, ഇവന് കിട്ടാൻ വേണ്ടി, സെക്കൻഡറി കോയിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കോയിൽ എടുത്തിട്ട് ഇതിന് അകത്താണ് വെക്കുന്നത്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് കൊയാക്സിൽ കോയിൽ. നമ്മൾ അതിനെപ്പറ്റി പിന്നീട് കേൾക്കാം. സോ ഇവിടെയാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വരച്ചിരിക്കുകയാണ്. S1ഉം S2 മാറ്റി വരച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ മാറ്റി വരച്ചിരിക്കുന്നത്. സോ ഇതാണ് ഫസ്റ്റ് കോയിൽ പ്രൈമറി കോയിൽ, ഇതാണ് സെക്കൻഡ് കോയിൽ സെക്കൻഡറി കോയിൽ. സോ ഇവിടെ 2 കോയിലുണ്ട്. ഫസ്റ്റ് കോയിലിനകത്ത് N1 നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, സെക്കൻഡ് കോയിലിനകത്ത് N2 നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. ഫസ്റ്റ് കോയിലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്, സെക്കൻഡ് കോയിലിൻ്റെ ലെങ്തും L തന്നെയാണ്. ഫസ്റ്റ് കോയിലിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ A ആണ്, സെക്കൻഡ് കോയിലിൻ്റെ ഏരിയയും A തന്നെയാണ്. സോ എനിക്കിവിടെ 2 കോയിലുണ്ട്, അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് വ്യത്യസ്തമാണ്. ഇനി ഫസ്റ്റ് കോയിൽ ഞാൻ ചേഞ്ച് ഇൻ കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് കോയിലിൽ ഞാൻ AC കറണ്ട് കൊടുക്കുകയാണ്. സോ ചേഞ്ച് ഇൻ കറണ്ടായ I1 ഇവിടെ പ്രൊഡ്യൂസ് ആവും. അതിൻ്റെ ഫലമായിട്ട് സെക്കൻഡറി കോയിൽ എന്ത് ചെയ്യും, സെക്കൻഡറി കോയിൽ ഫ്ലെക്സ് ലിങ്ക് ചെയ്യും. സോ ചേഞ്ച് ഇൻ ഫ്ലെക്സ് ഉണ്ടാവും സെക്കൻഡറി കോയിൽ. സോ സെക്കൻഡറി കോയിലിൽ ചേഞ്ച് ഇൻ ഫ്ലെക്സ് ഉണ്ടാകാൻ പോവുകയാണ്. സെക്കൻഡറി കോയിൽ ലിങ്ക് ചെയ്ത ഫ്ലെക്സ് ആണ് Φ2. സോ ആര് മൂലമാണ് ആരുണ്ടായത്, Φ2 ഉണ്ടാവാൻ കാരണം ആരാണ്, നമ്മളുടെ I1 ആണ്. സോ ചേഞ്ച് ഇൻ കറണ്ടാണ് ആരെ പ്രൊഡ്യൂസ് ചെയ്തത്, ഇവിടെ ഫ്ലെക്സിനെ പ്രൊഡ്യൂസ് ചെയ്തത്. എന്താണ് Φ2 എന്ന് പറയുന്നത്, ഫ്ലെക്സ് ലിങ്ക്ഡ് വിത്ത് S1. സോ S1 അല്ല S2. S2വുമായി ലിങ്ക് ചെയ്ത ഫ്ലെക്സ് ആണ്, ഈ സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത ഫ്ലെക്സ് ആണ് Φ2. സോ എനിക്കറിയാം ഇവിടുത്തെ ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കണമെങ്കിൽ, ഇവിടുത്തെ ഇൻഡ്യൂസ്ഡ് EMF ആയ ഇൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്, E which is equal to -d∅/dt ആണ്. എന്താണ് Φ എന്ന് പറയുന്നത്, ഈ സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത ഫ്ലെക്സ് ആണ്. സോ എനിക്ക് Φ2നെയാണ് ഇവിടെ വേണ്ടുന്നത്. മനസ്സിലായോ, എനിക്ക് Φ2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ Φ2 എങ്ങനെ കണ്ടുപിടിക്കും, നമുക്ക് കണ്ടുപിടിക്കാം Φ2ൻ്റെ വാല്യൂ. സോ Φ2 which is equal to, എനിക്ക് ഫൈയുടെ ഇക്വേഷൻ അറിയാം. ഫൈയുടെ ബേസിക് ഇക്വേഷൻ എന്താണ്, BAN എന്നാണ്. സോ B × A എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് ആണ്. നമ്മളുടെ ഒരു കോയിൽ ഉണ്ടാകുന്ന ഫ്ലെക്സിനെ വിളിക്കുന്ന പേരാണ് B × A. ഇത് ആരുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്, സെക്കൻഡറി കോയിലുമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്. സോ സെക്കൻഡറി കോയിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ടോ അതിനനുസരിച്ച് അവിടെ കട്ട് ചെയ്യുന്ന ഫ്ലെക്സിൻ്റെ വാല്യൂ കൂടും. മനസ്സിലായോ, ഈവൻ ഫ്ലെക്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ Φ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ BA എന്ന വാല്യൂ ഇവൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാല്യൂ ആരാണ് കട്ട് ചെയ്യുന്നത്, ഇവനാണ് കട്ട് ചെയ്യുന്നത്. ഇവൻ അധികം നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ അധികം ഫ്ലെക്സ് ലൈൻസിനെ കട്ട് ചെയ്യും. സോ Φ2 എന്ന് പറയുന്നത് സെക്കൻഡറി കോയിലുമായിട്ട്, ലിങ്ക് ചെയ്യുന്ന ഫ്ലെക്സ് ആണ്. ഇത് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് BAN. ഇനി ഈ N എന്താണ്, സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് ആണ്. B1ഉം Aയും ആരുടെയാണ്, പ്രൈമറി കോയിലിൻ്റെയാണ്. മനസ്സിലായോ, ഇവനാണ് ഫ്ലെക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഫ്ലെക്സിനെ ഇവൻ കട്ട് ചെയ്യുന്നു. സോ കട്ട് ചെയ്ത ഫ്ലെക്സ് കണ്ടുപിടിക്കണമെങ്കിൽ സെക്കൻഡറി കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ആണ് ഉപയോഗിക്കേണ്ടത്. സോ B1 A1 N2 ആണ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ കാര്യം മനസ്സിലായോ, ഈ N2 എടുക്കാൻ കാരണം എന്താണ്, നോക്ക്, ബേസിക് കോമൺ സെൻസ് ആണ്. ഇവിടെയാണെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും കൂടുതൽ ഫ്ലെക്സ് ലൈൻസിനെ ആര് മുറിക്കും, ഇവൻ മുറിക്കും. സോ മുറിച്ച ഫ്ലെക്സ് ലൈൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ഇവൻ്റെ നമ്പർ ഓഫ് ടേൺസ് അല്ലേ എടുക്കേണ്ടത്. ഇതാരാ പ്രൊഡ്യൂസ് ചെയ്തത്, ഇവനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. സോ BA ഇതൊക്കെ എന്താണ്, ഇവൻ്റെയാണ്. ഇനി N എന്താണ്, നമ്പർ ഓഫ് ടേൺസ് ആണ്. അതാരാണ് കട്ട് ചെയ്തത്, അത് ഇവനാണ്. സോ N2. ഈ കാര്യം മനസ്സിലായോ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പോൾ നമുക്ക് B1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. നമുക്കറിയാം B1 വിച്ച് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ B വിച്ച് ഈസ് ഈക്വൽ ടു μ0 Ni ആണ്. സോ B1 വിച്ച് ഈസ് ഈക്വൽ ടു μ0 ഞാൻ അതുപോലെ എഴുതി. ഈ N പകരം നമ്മൾ പറയണം ഈവൻ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അതായത് ആകെ നമ്പർ ഓഫ് ടേൺസിനെ ആകെ ലെങ്ത് ഡിവൈഡ് ചെയ്യണം. ആകെ നമ്പർ ഓഫ് ടേൺസ് N1 ആണ്, ആകെ ലെങ്ത് L ആണ്.
ഇനി ഐ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കറണ്ടാണ്, അതാണ് I1. സോ എനിക്ക് B1ൻ്റെ വാല്യൂ കിട്ടി. സോ φ2 വിച്ച് ഈസ് ഈക്വൽ ടു B1ൻ്റെ വാല്യൂ എന്താണ്? അത് μ0 N1 I1 ഡിവൈഡ് ബൈ L ആണ്. ഇനി എ എന്ന് പറഞ്ഞത് A1 എന്ന് പറയുന്നത് ഇവിടുത്തെ ഏരിയ ആണ്. സോ ഇവിടുത്തെ ഏരിയ എത്രയാണ്? അത് എ തന്നെയാണ്. രണ്ടിടത്തും ഏരിയ സെയിം ആണ്. ഇനി N2 എത്രയാണ്? ഇതാണ് N2. സോ N2. സോ എനിക്ക് ഇക്വേഷൻ കിട്ടി φ2 വിച്ച് ഈസ് ഈക്വൽ ടു എനിക്ക് കിട്ടി μ0 N1 N2 എ ഡിവൈഡ് ബൈ എൽ ഇൻറ്റു I1 എന്ന് കിട്ടി. നോക്ക്, ഇവിടെയാണെങ്കിൽ ആരൊക്കെ കോൺസ്റ്റൻ്റ് ആണ്? ഇവിടെ എനിക്ക് മനസ്സിലായി μ0 ഒരു കോൺസ്റ്റൻ്റ് ആണ്, N1 ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് ചേഞ്ച് ചെയ്യത്തില്ല, ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് ആയ N2 ചേഞ്ച് ചെയ്യത്തില്ല, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യത്തില്ല, എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, അതും ചേഞ്ച് ചെയ്യത്തില്ല. അതായത് ഇത്രയും ക്വാണ്ടിറ്റീസ് ചേഞ്ച് ചെയ്യാത്ത ക്വാണ്ടിറ്റീസ് ആണ്, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഈ കോൺസ്റ്റൻ്റ് വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. എന്താണ്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എം. സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഇനി നോക്ക്, കറണ്ടിൻ്റെ വാല്യൂ, ചേഞ്ച് ഇൻ കറണ്ടിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച്, I1ൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് കൂടുതൽ ഫ്ലക്സ് ഇവിടെ ലിങ്ക് ചെയ്യാൻ നോക്കും. സോ φ2 വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു I1 എന്ന് പറയാൻ കഴിയും. ഈ കാര്യം മനസ്സിലായോ? അതായത് കൂടുതൽ കറണ്ടാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ ഫ്ലക്സ് ഇവിടെ ലിങ്ക് ചെയ്യും. അതായത് ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എനിക്ക് പറയാം φ2 വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ആക്ച്വലി ഈ കോൺസ്റ്റൻറ്റിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് സെക്കൻഡ് കോയിൽ വിത്ത് റെസ്പെക്ട് ഫസ്റ്റ് കോയിൽ. അതായത് സെക്കൻഡ് കോയിൽ ഉണ്ടായ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് അല്ലേ? മ്യൂച്വൽ ഇൻഡക്ഷൻ ഇവിടെ ഉണ്ടായത് സെക്കൻഡ് കോയിലാണ്. ആര് മൂലം? ഫസ്റ്റ് കോയിൽ മൂലം. ആക്ച്വലി നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, M21 എന്ന് പറഞ്ഞൊരു ആവശ്യമില്ല. നമ്മളിവിടെ ഒറ്റ കോയിലിലെ മ്യൂച്വൽ ഇൻഡക്ഷൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. സോ ഞാൻ M എന്ന് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ആക്ച്വലി നിങ്ങൾ ടെക്സ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും M21 എന്നാണ് എഴുതുന്നത്. എന്താണ് M21 എന്ന് പറയുന്നത്? M21 എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് സെക്കൻഡ് കോയിൽ. സെക്കൻഡ് കോയിലിൻ്റെ മ്യൂച്വൽ ഇൻഡക്ഷൻ വിത്ത് റെസ്പെക്ട് ഫസ്റ്റ് കോയിൽ. ഫസ്റ്റ് കോയിൽ മൂലം സെക്കൻഡ് കോയിലുണ്ടായ മ്യൂച്വൽ ഇൻഡക്ഷൻ, അതാണ് M21 എന്ന് പറയുന്നത്. സോ ഞാൻ M എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. M. ഇനി എന്താണ്? I1. ഇത്തരം കാര്യം മനസ്സിലായോ? സോ എനിക്ക് കിട്ടി φ2 വിച്ച് ഈസ് ഈക്വൽ ടു MI1. അപ്പോൾ എനിക്ക് φ2ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. φ2ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അതുപോലെ എമ്മിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. എമ്മിൻ്റെ വാല്യൂ എന്താണ്? M വിച്ച് ഈസ് ഈക്വൽ ടു μ0 N1 N2 E ഡിവൈഡ് ബൈ L ആണ്. സോ എനിക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു, എമ്മിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു, അതുപോലെ φ2ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ഇൻഡ്യൂസ്ഡ് EMF ഇവിടെ ഉണ്ടാവണം. ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാം. ഇൻഡ്യൂസ്ഡ് EMF വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് d∅ പകരം പറയാം MI1 ഡിവൈഡ് ബൈ dt. സോ നമുക്ക് എമ്മിനെ പുറത്തെടുക്കാം. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആയ എമ്മിനെ പുറത്തെടുത്തു. സോ മൈനസ് എമ്മിനെ പുറത്തെടുത്തു. ഇനി എന്താണ്ട് di1 ഡിവൈഡ് ബൈ dt എന്ന് കിട്ടും. സോ എനിക്ക് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. സോ സിമ്പിളായിട്ട് എനിക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂവും അതുപോലെ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയും. സോ ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഈ വീഡിയോ നമ്മൾ പറഞ്ഞത് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഡെറിവേഷനെ പറ്റിയാണ്. സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഡെറിവേഷനാണ് M മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ, അതുപോലെ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ എക്സ്പ്രഷൻ. ഇനി ശ്രദ്ധിക്കണം, ഇനിയാണെങ്കിൽ ഇവിടെ എൻ്റെ കയ്യിൽ കോയിലുണ്ട്. കോയിലിൽ കൊടുത്തിരിക്കുന്നത് DC ആണ്, AC അല്ല, DC ആണ്. ഇതൊരു സ്വിച്ച് ഉണ്ട്. ഇത് മറ്റൊരു കോയിലാണ്. ഇവിടെയാണെങ്കിൽ ഒരു ബൾബുണ്ട്. സോ ഞാനാണെങ്കിൽ ഈ സ്വിച്ച് ഓഫ് ആണിപ്പോൾ. സോ കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. കറണ്ടിൻ്റെ വാല്യൂ 0 ആണ്. നമുക്കറിയാം ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF E വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് M di1 ഡിവൈഡ് ബൈ dt ആണ്. സോ ഇവിടെയാണെങ്കിൽ ഞാൻ ചേഞ്ച് ഇൻ കറണ്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. പ്രൈമറി കോയിലിലെ ചേഞ്ച് ഇൻ കറണ്ട് മൂലം സെക്കൻഡറി കോയിലിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. സോ പ്രൈമറി കോയിലാണെങ്കിൽ ഞാൻ ചേഞ്ച് ഇൻ കറണ്ട് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ്? I1ൻ്റെ വാല്യൂ 0 ആണ്. ഞാൻ സ്വിച്ച് ഓൺ ചെയ്യാൻ പോവുകയാണ്. പെട്ടെന്ന് കറണ്ടിൻ്റെ വാല്യൂ ഉണ്ടായി. കറണ്ടിൻ്റെ വാല്യൂ I1 ആയിട്ട് മാറി. നേരത്തെ 0 ആയിരുന്ന വാല്യൂ ഇപ്പോൾ എന്തായിട്ട് മാറിയത്? I1 ആയിട്ട് മാറി. സോ ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുന്ന മൊമെൻറ്റിലാണെങ്കിൽ ചേഞ്ച് ഇൻ കറണ്ട് ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ഈ ഇൻഡ്യൂസ്ഡ് EMF മൂലം ഈ ലൈറ്റ് ആണെങ്കിൽ ഒരു മൊമെൻറ്റിൽ എന്ത് ചെയ്യും? കത്തും. ഒരു നിമിഷം കത്തും. പിന്നെ എന്ത് ചെയ്യും? അണഞ്ഞു പോകും. കാരണം സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ I1 യാതൊരു മാറ്റവുമില്ല.
I1 തന്നെയാണ്. സോ I1 യാതൊരു മാറ്റവുമില്ലെങ്കിൽ ചേഞ്ച് ഇൻ I1 എത്രയായിരിക്കും? അത് 0 ആയിരിക്കും. I1ൻ്റെ ചേഞ്ച് 0 തന്നെയാണ്. കാരണം എന്താണ്? അതിന് മാറ്റമില്ല, എപ്പോഴും I1 തന്നെയാണ്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ I1 ചേഞ്ച് ഇല്ല. അതിൻ്റെ ഫലമായിട്ടാണെങ്കിൽ DI1ൻ്റെ വാല്യൂ 0 ആകും. DI1 0 ആണെങ്കിൽ എത്രയായിരിക്കും? 0 ആകും. സോ ഈ ലൈറ്റ് അടഞ്ഞിരിക്കുകയായിരിക്കും. ഇനിയാണ് ഞാൻ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവുകയാണ്. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് വീണ്ടും 0 ആയിട്ട് മാറും. സോ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും മാത്രം ചേഞ്ചിന് കറണ്ട് ഉണ്ടാകും. അതിൻ്റെ ഫലമായിട്ട് ഇൻഡ്യൂസ് EMF ഉണ്ടാകും. സോ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും മാത്രം ഈ ബൾബ് പ്രകാശിക്കും. സോ ഓൺ ചെയ്യുന്ന മൊമെൻറ്റിലും ഓഫ് ചെയ്യുന്ന മൊമെൻറ്റിലും ഈ ബൾബ് പ്രകാശിക്കും. മനസ്സിലായോ? സോ ഇത്തരം എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ പറഞ്ഞത്. സോ ഈ വീഡിയോയിൽ പറഞ്ഞ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ എല്ലാത്തരം കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.